ഹായ് ഗായ്സ്, ഞാൻ നിൽക്കുന്നത് ഒരു മലയുടെ മേളിലാണ്. ഇതിൻ്റെ ബാക്കിൽ നിങ്ങളുണ്ടോ ഈ സംഭവം കണ്ടോ? നമ്മൾ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ചൂല് കണ്ടോ, പുല്ലും കൊണ്ടുണ്ടാക്കിയ ചൂല്. അപ്പോൾ ഈ സംഭവം പറിച്ചിട്ടാണ് ഇതുണ്ടോ, ഈ സംഭവം കണ്ടോ, ഇത് പറിച്ചിട്ടാണ് ഇതുകൊണ്ട് ചൂലുണ്ടാക്കണം. കണ്ടോ, ഈ സംഭവം നിറച്ച് മുറിച്ച് പറിച്ചെടുത്തിട്ട് ഇത് ചൂല് പോലെ കെട്ടും. അപ്പോൾ നമ്മുടെ ഇടുക്കിയിലൊക്കെ ഈ സാധനം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എൻ്റെ ബാക്കിലേക്ക് കാണുന്നത് ഇവിടെയൊക്കെ നിറച്ചുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ ഇത് നമുക്കൊന്ന് മുറിച്ചൊന്ന് ചൂലുണ്ടാക്കി നോക്കിയാലോ? ഓക്കെ, നമ്മുടെ ഇവിടെയൊക്കെ എല്ലാവരും തന്നെ ഈ സാധനം കൊണ്ടാണ് ചൂലുണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ ആൾക്കാർ മുറിച്ചുകൊണ്ട് പോയി, എന്നാലും കുറേയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഡിസംബർ മാസം ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ടാവും. ഇതുപോലെ നമ്മൾ കുറേ മുറിച്ചെടുത്തിട്ട് വള്ളിയൊക്കെ ഇട്ട് കെട്ടി റെഡിയൊക്കെയാണ് ചൂലുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ അടിക്കാൻ നല്ല സെറ്റപ്പ് കേട്ടോ. വീടിൻ്റെ അകത്താട്ടോ, ടൈലിട്ട വീടോ അല്ലെങ്കിൽ അല്ലാത്ത വീടോ എങ്ങനെയാലും കുഴപ്പമില്ല, അവിടേക്ക് അടിക്കാൻ നല്ല സെറ്റപ്പാണ് കേട്ടോ. ഇതിങ്ങനെ മുറിച്ചെടുക്കണത്. ഇത് ഇഷ്ടം പോലെ ഉണ്ട് ഈ പാറകളെ. ഇതുപോലുള്ള പാറ പോലുള്ള സ്ഥലങ്ങളൊക്കെ ഇത് ഉണ്ടാവുള്ളൂ. കണ്ടോ താഴേക്കടയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അത് കണ്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഒത്തിരി തന്നെ ആൾക്കാർ വന്ന് ഇതിലൂടെയൊക്കെ മുറിച്ചുകൊണ്ട് പോയി. ഇതിലൂടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കണ്ടോ, ഈ താഴേക്കടയൊക്കെ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട്. നമ്മുടെ അങ്ങേ താടി കാണുന്നത് ഇതാണോ, അത് NH 85. അവിടെ ഒരു വാട്ടർ ഫാൾസ് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഇതിലൂടെ വണ്ടി പോകാനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, അങ്ങ് ഇഷ്ടംപോലെ അടിപൊളി മലകളും നല്ല രസമാണ്. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഈ സമയത്ത് ഇവിടെ വരാനുണ്ടല്ലോ, ഇവിടെ വന്നിരിക്കാനും ഒക്കെ നല്ല അടിപൊളിയാണ്. നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ. താഴെയൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. അതവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. എന്നാലും ഈ പുല്ല അവിടെ നിറച്ച് കണ്ടോ, ഇത് ഇഷ്ടംപോലെ ഉണ്ട്. കണ്ടോ, അപ്പോൾ ഇത് നമ്മൾ മുറിച്ചെടുക്കും കേട്ടോ. അവിടെ നിന്ന് മുറിച്ചെടുക്കേണ്ടവർ കിച്ചിക്കുട്ടൻ ആണെന്ന് ക്യാമറമാൻ, അവിടെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ചൂലിലാക്കണ പുല്ല് മുറിക്കാൻ കേട്ടോ. ഇങ്ങനത്തെ പുല്ല് സാധാരണ ഉണ്ടാവുന്ന പാറപ്പുറങ്ങളിലൊക്കെ കേട്ടോ. ഇപ്പം അത് വെട്ടാൻ പറ്റണ പാകം, കാരണം ഇപ്പം അത് ശരിക്കും ഉണങ്ങി വരുമ്പോഴാണ് അത് ചൂലിനെടുക്കാൻ പാകമാവുന്നത്. കണ്ടത് താഴെ പോയാണ് മുറിക്കണേ. അതായത് ഈ പാറയുടെ ഒക്കെ താഴെ കേട്ടോ, അതിൻ്റെ താഴത്തേക്ക് ചെറിയൊരു കൊക്ക പോലെ കേട്ടോ നോക്കി നിൽക്കണം. കാരണം പുല്ലൊക്കെ ഉണങ്ങി നിൽക്കുക. അപ്പം നല്ല തെന്നലുണ്ടാവും അവിടെ, പുല്ലിൻ്റെ ആ ഒരു മിനുസമൊക്കെ. അവിടെ പോയാണ് ഗൈസ് പുല്ല് വെട്ടണത്. ഉണ്ടോ, അകത്തേക്ക് ഇറങ്ങിപ്പോവാണ് ഗൈസ്. ഉണ്ടോ, ഇത് താഴത്തേക്ക് കണ്ടോ, ഇങ്ങനെ പാറയാണ് ഇങ്ങനെ നിരന്ന താഴെ ഒരു പാറയാണ്. അതിൽ പോയാണ് പുല്ല് മുറിക്കണത്. വൈകുന്നേരം ആയതുകൊണ്ട് തണലൊക്കെയാണ്, വെയിലൊക്കെ മാറി നല്ല ഒരു ക്ലൈമറ്റ്. ഇതാണ് നമ്മൾ ഇപ്പോൾ വെട്ടിയെടുത്ത ചൂല്. കണ്ടോ, നല്ല
ഇതാണ് തറയിലടിക്കുമ്പോൾ ശരിക്കും പൊടിയൊക്കെ നന്നായിട്ട് പോകും. ഇനി നന്നായിട്ട് വള്ളിയിട്ട് കെട്ടിയിട്ട് അടിക്കണം. സൂപ്പറായിരിക്കും. നമ്മുടെ ചൂല് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമുക്ക് 10 പൈസ ചിലവില്ലാതെ ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇത് ഇതുപോലെ ഇത് വള്ളിയൊക്കെ വെച്ച് കെട്ടിയിട്ട് ഇത് കണ്ടോ, ഇത് ഈസി ആയിട്ട് ചെയ്യാം. നമുക്ക് ആ മുറിക്കണ ഒരു പാട് മാത്രമേ ഉള്ളൂ, വേറെ ഒരു കഷ്ടപ്പാടും ഇതിൻ്റെ അകത്തില്ല. ഇത് നമുക്ക് എങ്ങനെയായാലും ഒരു മാസത്തോളം, ഒരു മാസമല്ല അതിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അടിക്കാൻ പറ്റും. ഇത് കണ്ടോ. നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ